ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകിടം മറിക്കുവാനും പണിതുയർത്തുവാനും നട്ടു വളർത്തുവാനും ഇതാ ഒരു കാലം. ജെറമ്യയുടെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. ഇന്ന് തിരുസഭ മാതാവ് വിഭൂതി ബുധൻ ആഘോഷിക്കുകയാണ്. മണ്ണോട് മണ്ണിനോട് ചേരും മനുഷ്യ, നിനക്ക് എന്തിനീ പ്രതാപങ്ങൾ. മനുഷ്യൻ മണ്ണാണെന്നും എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമെന്നും കാണിച്ചു തരികയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം. അതാണ് വിഭൂതി ബുധൻ. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തിന് നിനവേ വാസികളോട് പറയാനുള്ളതും ഇത് തന്നെയായിരുന്നു. അനുതപിച്ച് ചാക്കൊടുത്ത് ചാരം പൂശുക. മനുഷ്യൻ ചാക്കൊടുത്ത് ചാരം പൂശിയപ്പോൾ തൻ്റെ വീട്ടിലെ കന്നുകാലികളെയും ചാക്കൊടുത്ത് ചാരം പൂശി. അങ്ങനെ ആ ജനത ഒരൊറ്റ ജനതയായിട്ട് അനുതാപനത്തിൽ ഏർപ്പെട്ടു. അനുതപിക്കണം, സ്നേഹിക്കണം, വിട്ടുകൊടുക്കണം. മനുഷ്യജീവിതം വളരെ ചെറുതാണ്. ഈ ഒരു ചെറിയ ജീവിതത്തിൽ മനുഷ്യൻ ഹൃദയത്തിൽ അഹങ്കാരം സൂക്ഷിക്കണം. അത് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു ഗുരു ലോകത്തിൽ തൻ്റെ പരസ്യ ജീവിതത്തിനായി കടന്നു വന്നപ്പോൾ ആദ്യമായി പറഞ്ഞതും ഇപ്രകാരമായിരുന്നു: അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ഓശാന ഞായറാഴ്ച നാം സന്തോഷത്തോടെ ഉയർത്തിപ്പിടിച്ച കുരുത്തോലയാണ് ഇന്ന് ചാരമായി പുരോഹിതൻ നമ്മുടെ നെറ്റിത്തടങ്ങളിൽ ചാർത്തുന്നത്. ഈ ചാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിങ്കലേക്കും സഹോദരനിലേക്കും തിരിയാനുള്ള വിളിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മണ്ണിൽ നിന്ന് എടുത്ത മനുഷ്യനോട് തിരികെ മണ്ണിലേക്ക് തന്നെ പോകാൻ പറയുന്ന ദൈവം. ബൈബിളിൽ ചാരം സൂചിപ്പിക്കുക പണ്ട് ദൈവത്തിനർപ്പിക്കുന്ന ബലിവസ്തുക്കൾ പൂർണ്ണമായി ദഹിച്ചു തീർന്നില്ലെങ്കിൽ അത് അൽത്താരയിൽ വെച്ച് അവിടെ വെച്ച് ദഹിപ്പിക്കുമായിരുന്നു. ആ ചാരം ദൈവത്തിങ്കിലേക്ക് തിരിയാനായി മനുഷ്യനെ ഓർമ്മിപ്പിച്ചു. കരുതുവാൻ ദൈവത്തിൻ്റെ കരുണയുള്ളപ്പോൾ കണ്ണീര് എന്തിന്? നോവുകൾക്ക് മീതെ ദൈവത്തിൻ്റെ കൃപ ഒരുക്കുമ്പോൾ ഹൃദയത്തിൽ നെഞ്ചിടിപ്പ് എന്തിന്? സങ്കടങ്ങൾ സങ്കീർത്തനങ്ങളാകാൻ മടിക്കുന്നത് എന്തിന്? ഇന്ന് വിഭൂതി ബുധൻ നാം ആഘോഷിക്കുമ്പോൾ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ യഥാർത്ഥമായ അനുതാപത്താൽ നിറയ്ക്കണമെന്ന്. അങ്ങനെ ഞാനും ദൈവത്തിങ്കിലേക്ക് ചേർന്ന് നിൽക്കും. എല്ലാവർക്കും ഒരു നല്ലൊരു നോമ്പുകാലം നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.